اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി അള്ളാഹുവിന് തൃപ്തിയും ഇഷ്ടവുമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം, അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാനുള്ള തഖ്വയും ഭയഭക്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏറെ പവിത്രമാക്കപ്പെട്ട മുഹറം മാസത്തിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. വിശുദ്ധ ഖുർആൻ വർഷത്തെക്കുറിച്ചും പവിത്രമാക്കപ്പെട്ട മാസങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായി നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫി കിതാബില്ലാഹ് في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم. إن عدة الشهور عند الله 12 شهرا في كتاب الله. അള്ളാഹുവിൻ്റെ രേഖയിൽ മാസങ്ങളുടെ എണ്ണം അത് 12ആണ്. യൗമ ഖലഖ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ അള്ളാഹുവിൻ്റെ രേഖയിൽ മാസങ്ങളുടെ എണ്ണം 12ആണ്. മിൻഹാ 4 ഹുറും, ആ മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട മാസമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ രേഖയിൽ, അള്ളാഹുവിൻ്റെ വിധിയിലും അള്ളാഹുവിൻ്റെ രേഖയിലും ഈ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ ഈ 4 മാസങ്ങൾ പവിത്രമാണ് എന്നത് മനുഷ്യർ ആലോചിച്ച് തീരുമാനിച്ചുണ്ടാക്കിയ ഒന്നല്ല. ഏതെങ്കിലും ഭരണാധികാരികൾ പ്രഖ്യാപിച്ചതുമല്ല 4 മാസങ്ങൾ പവിത്രമാണ് എന്നത്. ഏതെങ്കിലും പ്രവാചകന്മാർ പറഞ്ഞതുമല്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12. അന്നു മുതൽ തന്നെ 4 മാസങ്ങൾ പവിത്രമായ പരിശുദ്ധമാക്കപ്പെട്ട മാസമാണ് എന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും നമ്മെ പഠിപ്പിക്കുന്നതുമാണ്. സലാത്തുൽ മുത്തവാലിയാത്തുൽ 3 മാസങ്ങൾ തുടർച്ചയായി വരുന്ന മാസമാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ദുൽഹിജ്ജ മാസത്തിലും ദുൽഖഅദ മാസവും അതേപോലെ മുഹറം മാസവും തുടർച്ചയായി വരുന്നതാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, പിന്നെ മുഹറം. മുഹറം എന്നത് തുടക്കമാണ്. നമ്മൾ വർഷാരംഭത്തിലാണ് ഇപ്പോൾ.
നാലാമത്തേത് റജബുമാണ്. അപ്പൊ ഈ 4 മാസങ്ങൾ അള്ളാഹു പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ് എന്ന് ആകാശഭൂമികൾ സൃഷ്ടിച്ചത് മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ രേഖയിൽ ലൗഹിൽ അത് പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ്. അപ്പോൾ ഈ പവിത്രമാക്കിയതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു ഗുണമാണ്. പവിത്രമാക്കപ്പെട്ടത്, പരിശുദ്ധമാക്കപ്പെട്ടത് അതിനെ പവിത്രതയോടെയും പരിശുദ്ധിയോടെയും കൂടി കാണുക എന്നത് തഖ്വയുടെ അടയാളമാണ് എന്ന് വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് സൂറത്തുൽ ഹജ്ജിലെ 32-ാം വചനത്തിലൂടെ ഖുർആൻ പറയുന്നു. അല്ലാഹു മഹത്വപ്പെടുത്തിയ പ്രതീകങ്ങൾ, ശആഇറുകൾ, അതിനെ ബഹുമാനിക്കുക എന്നത് തഖ്വയുള്ള, ഭയഭക്തിയുള്ള ഹൃദയമുള്ള ആളുകൾക്ക് അതിന് സാധിക്കുകയുള്ളൂ എന്ന് സൂറത്തുൽ ഹജ്ജിലെ 32-ാം വചനത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിലെ 30-ാം വചനത്തിലൂടെ പറയുന്നുണ്ട്, അള്ളാഹു ഹുർമത്താക്കപ്പെട്ട, അള്ളാഹു പവിത്രമാക്കപ്പെട്ടതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് അത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമമാക്കപ്പെട്ട ഒന്നാണ് എന്ന്. അപ്പൊ പവിത്രമാക്കിയതിനെ പവിത്രമായി കാണുക, അങ്ങനെയുള്ള ശആഇറുകളെയും ഹുർമാത്തുകളെയും അങ്ങനെ കാണുക എന്നത് തഖ്വയുള്ള ഹൃദയങ്ങളുടെ പ്രത്യേകതയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ പള്ളി പവിത്രമാക്കപ്പെട്ട ഒന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ അത് അവന്റെ പള്ളികളാണ്. അതിന്റെ ബാക്കി പറയുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത സ്ഥലം എന്ന് പറയുന്നത് അങ്ങാടികളാണ്. അപ്പൊ അങ്ങാടികളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ആ അങ്ങാടികളെ അല്ല ഇഷ്ടമില്ലാത്തത്, അങ്ങാടികളിൽ എത്തിപ്പെട്ടതിന് ശേഷമുള്ള മനുഷ്യന്റെ സംസ്കാരവും സ്വഭാവവും ശീലവും മാറുമ്പോഴാണ് അത് ഇഷ്ടമില്ലാതായി തീരുന്നത്. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണ് എന്ന് പറഞ്ഞാൽ ആ പള്ളിയെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബഹുമാനിക്കണം. ആ പള്ളിയെ നമ്മൾ ആദരിക്കണം. ആ ആദരിക്കുന്നത് കൊണ്ടും ബഹുമാനിക്കുന്നത് കൊണ്ടുമാണ് ബാക്കിയുള്ള സ്ഥലം പോലെയല്ല നമ്മൾ ആരും പള്ളിയെ കാണുക. പള്ളിയിലേക്ക് കയറിയാൽ 2 റക്അത്ത് നാം തഹിയ്യത്ത് നമസ്കരിക്കും. പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കളിയും ചിരിയും തമാശയും അത് പള്ളിക്ക് യോജിച്ചതല്ല. നമുക്ക് കുറച്ചു നേരം പള്ളിയിൽ പോയി ഒഴിഞ്ഞിരിക്കാം എന്ന് പറഞ്ഞ് അവിടെ വെച്ചുകൊണ്ട് നമ്മുടെ തമാശയും നമ്മുടെ കളിയും അള്ളാഹുവിന് ഇഷ്ടമുള്ളതും ഇല്ലാത്തതുമായ വീഡിയോസുകൾ കാണുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക, ഇതൊന്നും പള്ളിക്ക് യോജിച്ചതല്ല, പള്ളിയുടെ പവിത്രതയുമായി ബന്ധപ്പെട്ടതല്ല. കാരണം എന്താണ്? പള്ളി എന്നത് അള്ളാഹു ഹുർമത്താക്കപ്പെട്ട ഒരു സ്ഥലമാണ്, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന സ്ഥലമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പള്ളിയിൽ നിന്ന് ഒരു പൊടി, ഒരു ചെറിയ ഒരു തരി എടുത്തൊഴിവാക്കി കഴിഞ്ഞാൽ അതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. അത് പള്ളി വൃത്തിയാക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളതല്ല. നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും ഒന്ന് കണ്ടു, അതെടുത്തിട്ട് പുറത്തു കൊണ്ടുപോയി ഇടുക എന്ന് പറഞ്ഞാൽ ഏറെ പ്രതിഫലമാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം, നമ്മളൊക്കെ ഇവിടെ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ പള്ളി ഫുള്ളാണ്. കാരണം എന്താ? വെള്ളിയാഴ്ച ദിവസം എന്നത് ഹുർമത്താക്കപ്പെട്ട ഒരു ദിവസമാണ്. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിലേക്ക് വരുന്നതിന് വലിയ പ്രതിഫലം. എന്ന് മാത്രമല്ല, ഓരോ ഘട്ടം ഒട്ടകമറുത്തവരുടെ പ്രതിഫലം, പിന്നെ ഇങ്ങനെ ഘട്ടമായി ഓരോന്നും അതിന്റെ പ്രതിഫലം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ജുമുഅ തുടങ്ങിക്കഴിഞ്ഞാൽ അശ്രദ്ധയിലിരിക്കുന്ന ഒരാളോട് നീ ശ്രദ്ധിച്ചിരിക്കുക എന്ന് പോലും മറ്റൊരാൾ പറയാൻ പാടില്ല. അപ്പൊ മൊബൈൽ നോക്കാൻ പാടില്ല, റീൽസ് കാണാൻ പാടില്ല. അങ്ങനെയൊക്കെ ചിലപ്പോൾ ആളുകൾ ഉണ്ടാവും, നമ്മളിവിടെ ഉണ്ട് എന്നുള്ളതല്ല. ആളുകൾ അശ്രദ്ധമായി അപ്പൊ ഒരു മെസ്സേജ് തിരിച്ചയക്കാൻ ഒന്നും പറ്റില്ല. ശ്രദ്ധിക്കാത്ത ഒരാളോട് ശ്രദ്ധിക്കുക എന്ന് പോലും
പറയാൻ പാടില്ല. ഖുതുബ ശ്രദ്ധിച്ചും ശ്രവിച്ചും ഇരിക്കുക എന്നത് വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഒരു ഹുർമത്താണ്. കാരണം അള്ളാഹു ഹുർമത്താക്കിയതിനെ ബഹുമാനിക്കുക എന്നത് തഖ്വയുള്ള ഹൃദയങ്ങളുടെ പ്രത്യേകതയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലൂടെ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹറം പ്രദേശം പിന്നെ കഅബ മാത്രല്ല, അതിന്റെ ഹറം എന്ന് പറയുന്ന ഒരു പ്രദേശം, വിശാലമായ 4 സൈഡിലേക്കുമുള്ള ഭാഗം. ആ ഹറം പ്രദേശം പവിത്രമാക്കപ്പെട്ട സ്ഥലമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമൻ യുരിദു ഫീഹി ബിഇൽഹാദിൻ ദുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. ആ ഹറം പ്രദേശത്ത് വെച്ച് ഒരാൾ നീതികേടായ ഒരു കാര്യം ചെയ്യുകയോ വിശുദ്ധി ലംഘിക്കുന്ന ഒരു പ്രവൃത്തിയോ ചെയ്താൽ നുദിഖുഹു മിൻ അദാബിൻ അലീം, അയാൾക്ക് വേദനയേറിയ ശിക്ഷ അല്ലാഹു നൽകുന്നു. സാധാരണ കുറ്റല്ല. ആ ഹറം പ്രദേശത്ത് വെച്ചുകൊണ്ട് ഒരു തെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണ തെറ്റ് ചെയ്യുന്നത് പോലെയല്ല. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാല് നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്ത, നമ്മുടെ മൊബൈൽ ഫോണുകൾ, നമ്മുടെ ആലോചനകൾ എപ്പോഴും നമ്മുടെ ചിന്ത ഉണ്ടാകണം, ഇത് ഹറമാണ്, ഇത് പവിത്രമാക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അല്ലെങ്കിൽ നുദിഖുഹു മിൻ അദാബിൻ അലീം, ബാക്കിയുള്ള ഒരു സ്ഥലത്ത് നിന്ന് തെറ്റ് ചെയ്യുന്നത് പോലെയല്ല, വേദനയേറിയ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുമെന്ന് ഖുർആനിലൂടെ പറയുന്നു. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഒരു മഹത്വമായിട്ടുള്ള ഒരു സമയമാണ്. അതിന്റെ പവിത്രതയുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ പവിത്രമാക്കപ്പെട്ട ഒന്നാണ്. അതിനോടൊരു ബഹുമാനം ഉണ്ടാകണം. ഖുർആൻ എവിടെയാണ് വെക്കുക, ഖുർആൻ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്, ഖുർആൻ ഓതേണ്ടത് എങ്ങനെയാണ്, ഇതിലൊക്കെ ഒരു വിശുദ്ധിയും പവിത്രതയും ഉണ്ടാകണം എന്നത് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മനുഷ്യരുടെ അഭിമാനം, മനുഷ്യരുടെ ബ്ലഡ്, മനുഷ്യരുടെ രക്തം, മനുഷ്യന്റെ സമ്പത്ത്, ഇതൊക്കെ ആദരിക്കപ്പെട്ടതാണ്. അതിനോട് മനുഷ്യരും എന്ത് ചെയ്യണം, ആദരവ് വേണം. മനുഷ്യരുടെ അഭിമാനം എന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും പണിക്കാരനാണെങ്കിലും പണക്കാരനാണെങ്കിലും മേലുദ്യോഗസ്ഥനാണെങ്കിലും കീഴുദ്യോഗസ്ഥനാണെങ്കിലും കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും മനുഷ്യൻ എന്ന നിലക്ക് അയാൾക്കൊരു അഭിമാനമാണ്. ആ അഭിമാനത്തെ എന്ത് ചെയ്യാൻ പാടില്ല, ക്ഷതപ്പെടുത്താൻ പാടില്ല. കാരണം അഭിമാനം എന്നത്, മനുഷ്യാഭിമാനം എന്നത് ആദരിക്കപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ രക്തം, മനുഷ്യന്റെ ധമനികളിൽ, മനുഷ്യ സിരകളിൽ, മനുഷ്യന്റെ സൂക്ഷ്മ രക്തക്കുഴലുകളിൽ സഞ്ചരിക്കുന്ന രക്തം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച വളരെ കൃത്യവും കണിശവുമായ ഒരു സംവിധാനമാണ്. അതെല്ലാവരുടെയും രക്തത്തിന്റെ നിറം ചുവപ്പാണ്. ഏത് മതമാണെങ്കിലും ജാതിയാണെങ്കിലും ചുവന്ന നിറമാണ്. ആ രക്തത്തെ പൊടിക്കുക എന്നത്, ആ രക്തം പുറത്തേക്ക് ചിന്തുക എന്നത് അത് വലിയ തെറ്റാണ് എന്ന് വിശുദ്ധ ഇസ്ലാം പറയുന്നു. അതുപോലെ തന്നെ മനുഷ്യരുടെ സമ്പത്ത്, ഒരാൾ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് അയാളെ ചൂഷണം ചെയ്ത്, അയാളെ പറ്റിച്ച്, അയാളെ വഞ്ചിച്ച് കൗശലത്തോടുകൂടി തന്നിലേക്ക് കൈവശപ്പെടുത്തുക എന്നത് ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ ആദരിക്കണം എന്നതാണ് ഇസ്ലാം പറയുന്നത്. അതിലേക്ക് വന്നു ചേരുന്ന ഒന്നാണ് മുഹറം എന്നത്. മുഹറം എന്നത് അതിലേക്ക് വന്നു ചേരുന്ന ഒന്നാണ്. മുഹറമിൽ എന്താ നമ്മളോട് പറയുന്നത്, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, ആ മാസത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ തെറ്റ് ചെയ്യരുത്. അപ്പൊ മുഹറമിലാണ് നമ്മളുള്ളത്. ബുധൻ, വ്യാഴം, വെള്ളി, മുഹറം 3 ആയി. അപ്പൊ മുഹറം മാസം എന്നത് നമ്മൾ ആലോചിച്ചു, ഈ മുഹറം മാസം വന്നിട്ട് നമ്മുടെ നമസ്കാരത്തിന്റെ ഒരു കാര്യം, അല്ലാഹുവേ ഇത് പവിത്രമാക്കപ്പെട്ട മുഹറമാണ്, അതുകൊണ്ട് ഞാൻ പള്ളിയിലേക്ക് കറക്റ്റ് എത്തേണ്ടതുണ്ട്. ഇത് പവിത്രമാക്കപ്പെട്ട മുഹറമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഖുർആൻ പാരായണം ചെയ്യേണ്ടതുണ്ട്. ഇത് പവിത്രമാക്കപ്പെട്ട മുഹറമാണ്, അതുകൊണ്ട് എന്റെ സംസാരങ്ങളെയും എന്റെ ചിന്തകളെയും ധാരണകളെയും ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊരു ചിന്ത നമുക്ക് വേണം. അതാണ് മുഹറമിനെ ആദരിക്കാൻ പറഞ്ഞാൽ. ഇത് മുഹറമാണെന്നുള്ള ഓർമ്മ വേണം നമുക്ക്. ഇത് മുഹറം മാസമാണ് എന്ന ഓർമ്മ വേണം. ജാഹിലിയത്തിലെ മുശ്രിക്കുകളായ ആളുകൾ വരെ മുഹറമിനെ ആദരിച്ചിരുന്നു. എന്ന് മാത്രമല്ല, മുഹറമിന്റെ ഒരു പേരെന്താ, റമദാനിലും മറ്റു
കാര്യങ്ങൾക്കൊന്നുമില്ലാത്ത രൂപത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമായ മുഹറം. അല്ലാഹുവിന്റെ മാസമായ മുഹറം. ആ മുഹറമിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ നോമ്പ് നോറ്റിരുന്നു പ്രവാചകന്റെ കാലത്ത്. കാന യൗമു ആശൂറ തസൂമുഹു ഖുറൈശു ഫിൽ ജാഹിലിയ്യ വകാന നബിയ്യു യസൂമുഹു. മുഹറം മാസത്തിൽ മുഹറം 10ന്റെ നോമ്പ് ഖുറൈശികളായ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ആ മുഹറം 10ന്റെ നോമ്പ് അന്ന് അനുഷ്ഠിച്ചിരുന്നു. വകാന നബിയ്യു യസൂമുഹു, അല്ലാഹുവിന്റെ പ്രവാചകനും ആ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. നബി മദീനയിലേക്ക് എത്തിയപ്പോ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയപ്പോ ഫറഅൽ യഹൂദ തസൂമു യൗമ ആശൂറ, ജൂതരായ ആളുകൾ ഈ ആശൂറയുടെ വ്രതം അനുഷ്ഠിക്കുന്നത് പ്രവാചകൻ കണ്ടു. ഫഖാല, നബി ചോദിച്ചു, മഹാദാ, എന്താ നിങ്ങൾ ചെയ്യണേ? ജൂതന്മാരായ ആളുകളോട് ചോദിച്ചു, നിങ്ങൾ എന്തെന്ന് നോമ്പനുഷ്ഠിക്കുന്നത്? ഖാലു, അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സ്വാലിഹുൻ, ഇന്ന് നല്ലൊരു ദിവസമല്ലേ. നബിയോട് അവർ പറഞ്ഞു, ഇന്ന് നല്ലൊരു ദിവസമല്ലേ. നജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം, ബനു ഇസ്രായേലിനെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഇന്നല്ലേ, മുഹറം 10-ലല്ലേ. ഫസ്വാമഹു മൂസ, മൂസാ നബി അലൈഹിസ്സലാം വ്രതം അനുഷ്ഠിച്ചിരുന്നു. അപ്പ നബി പറഞ്ഞു, ഫഖാല നബിയു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അന അഹഖു ബി മൂസ മിൻകും. മൂസാ നബി പറഞ്ഞാ ബനു ഇസ്രായേലിലേക്ക് അല്ലാഹു നിയോഗിച്ച പ്രവാചകനാണ് മൂസാ നബി. ആ മൂസാ നബിയാണ് ഫിർഔനിന്റെ അക്രമത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പിന്നെ ചെങ്കടൽ കടന്നുകൊണ്ട് അവരെ കൊണ്ടുപോകുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെക്കാൾ മൂസയോട് അടുത്തത് ഞാനാണ്. ഫസ്വാമഹു, അങ്ങനെ പ്രവാചകൻ അനുഷ്ഠിച്ചു. വഅമറ ബിസിയാമിഹി, ആ നോമ്പ് അനുഷ്ഠിക്കാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഇൻ ബഖീതു ലഅസൂമന്ന താസിഅ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ മുഹറം 9 ഞാൻ അനുഷ്ഠിക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹറം 9ന്റെ നോമ്പ് സുന്നത്താണ്, മുഹറം 10ന്റെ നോമ്പ് സുന്നത്താണ്. മുഹറം 10 ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ്. മുഹറം 10ഉം മുഹറം 9ഉം സുന്നത്തായ വ്രതമാണ്. അത് നമ്മിലേക്ക് അടുത്ത് വരികയാണ്. അടുത്ത വ്യാഴവും വെള്ളിയും മുഹറം 9, 10 നോമ്പാണ്. ആ മുഹറം 9, 10 നോമ്പ് അനുഷ്ഠിച്ചാൽ കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്ന് മാത്രമല്ല, വലിയ ഒരു ചരിത്ര യാഥാർത്ഥ്യത്തിന്റെ ഒരു സംഭവം കൂടി ആ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബനു ഇസ്രായേലരായ ആളുകൾ ഫിർഔനിന്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ദിവസമാണ്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഫലമ്മാ തറാഅൽ ജംആനി, ആ രണ്ട് സൈന്യങ്ങൾ ഒന്നിച്ച് കണ്ട സമയം, ഖാല അസ്ഹാബു മൂസ, മൂസാ നബി അലൈഹിസ്സലാമയുടെ ആളുകൾ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, മൂസ, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ. ആരാ പിന്നിൽ ഫിർഔനിന്റെ സൈന്യം, മുന്നിലോ ചെങ്കടൽ. ഇത് രണ്ടും ഇങ്ങനെ കാണുന്നുള്ളൂ നേർക്കുനേരെ. മൂസാ നബിയുടെ ആളുകൾ പറഞ്ഞു, പിടിക്കപ്പെട്ടത് തന്നെ. ഖാല, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, കല്ലാ ഇന്ന മഅി റബ്ബി സയഹ്ദീൻ, ഇല്ല, ഇവിടെ ആരെ എത്തിച്ചത്? പടച്ചോനെ എത്തിച്ചത്. അതുകൊണ്ട് എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരിക തന്നെ ചെയ്യും. എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. ആ വഴി കാണിച്ചു കൊടുത്തതാ, കയ്യിലുള്ള വടി ആ സാഗരത്തിൽ അടിക്കാൻ വേണ്ടി പറഞ്ഞു. 2 പിളർന്നു, അവർ രക്ഷപ്പെട്ടു. അപ്പൊ തവക്കുലിന്റെ വലിയ പാഠം ഈ മുഹറമിന്റെ ചരിത്രത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ സുരക്ഷിതമായി സദൈര്യം നിലനിന്ന് കഴിഞ്ഞാൽ അള്ളാഹു ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വഴി കാണിച്ചു കൊടുക്കുമെന്ന വലിയ ഒരു ചരിത്രം ഈ മുഹറമിനുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹിജ്റയുടെ ഒരു ചരിത്രവുമുണ്ട്. ഹിജ്റ പോകുന്നത് റബീഉൽ അവ്വലിലാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് റബീഉൽ അവ്വലിലാണ്. പക്ഷെ അതിന്റെ തുടക്കങ്ങളെ കുറിച്ചുള്ള ആലോചന മുഹറമിലാണ്. അപ്പൊ നമ്മളൊരു വർഷം എവിടെ നിന്ന് തുടങ്ങും എന്ന ആലോചന വന്നപ്പോ മുഹറമിൽ നിന്ന് ഒരു വർഷം തുടങ്ങാം എന്ന ആലോചന വരികയും അങ്ങനെ മുഹറം ആദ്യ മാസമാവുകയും ചെയ്തതാണ്. ഹിജ്റയുടെ ചരിത്രം നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മക്ക എന്ന് പറയുന്ന പ്രവാചകൻ ഏറെ ഇഷ്ടപ്പെട്ട ഒരു നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. അതും തവക്കുലിന്റെ ഒരു പാടാണ്.
അല്ലാഹുവിന്റെ റസൂൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ വലിയ തവക്കുലിന്റെയും ത്യാഗത്തിന്റെയും അതുപോലെ തന്നെ മദീനയിൽ എത്തിയതിനു ശേഷമുള്ള ഒരു പുതുജീവിതത്തിന്റെയും ചരിത്രമാണ്. അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ എത്തിയപ്പോൾ തന്നെ അവിടെയുള്ള ജൂതരെ, അവിടെയുള്ള ബഹുദൈവ വിശ്വാസികളെ, അവിടെ വിശ്വാസമുള്ളവരെ ഇല്ലാത്തവരൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് ഒരു മദീന ചാർട്ടർ, മദീനക്ക് ഒരു ഭരണഘടന അള്ളാഹുവിന്റെ പ്രവാചകൻ എഴുതി രേഖപ്പെടുത്തും. പലപ്പോഴും മുസ്ലിം സമുദായത്തിൽ അതിന് വിമർശനം ഉന്നയിക്കുന്ന ആളുകളൊക്കെ എന്താ പറയുന്നത് അറിയാം, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ അവർക്ക് പറ്റിയ ഒരവസ്ഥയിലല്ല ഇന്ത്യയിൽ ജീവിക്കുന്നത്, അതുകൊണ്ട് ഓലിങ്ങനെ നല്ല പിള്ള ചമഞ്ഞ് ജീവിക്കുകയാണ്. ഇതൊന്നും അല്ല മുസ്ലിങ്ങൾ എന്നാണ് ഇസ്ലാമിനെ കുറിച്ച് വിമർശിച്ച് പറയാറുള്ളത്. അവരിങ്ങനെ വെറുതെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിനൊക്കെ അംഗീകരിക്കാനല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ, പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ അടക്കം മദീനയിലേക്ക് എത്തിയപ്പോ അവിടെ മുസ്ലിങ്ങളുണ്ട്, അവിടെ ജൂതരുണ്ട്, അവിടെ ബഹുദൈവ വിശ്വാസികളുണ്ട്, അവിടെ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അവരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് നല്ല ഒരു ഭരണഘടന തയ്യാറാക്കി. എത്രയോ നിർദ്ദേശങ്ങൾ അതിലുണ്ട്, എത്രയോ നിർദ്ദേശങ്ങൾ. പരസ്പരം നമ്മൾ അംഗീകരിക്കണം, പരസ്പരം ആദരിക്കണം, പരസ്പരമുള്ള വിശ്വാസവും ആദർശവും അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം രണ്ട് വിഭാഗം ആളുകളും അങ്ങോട്ടും ചെയ്തു കൊടുക്കണം. നമ്മൾ മദീനക്കാർ എന്ന നിലയ്ക്ക് ഒറ്റക്കെട്ടാണ്, നമ്മൾ ഒറ്റക്കെട്ടാണ്. വിവിധ ആശയവും വിവിധ വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ മദീനയെ ആരാക്രമിക്കാൻ വന്നാലും നമ്മൾ ഒറ്റക്കെട്ടായിരിക്കുന്നുള്ളത്. അപ്പൊ എന്നോ മദീന ചാർട്ടർ എന്ന് പറയുന്ന ഒരു ബഹുസ്വരതയുടെ ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി രേഖപ്പെടുത്തി. മദീനയിലുള്ള പ്രവാചകന്റെ ജീവിതം, ഹിജ്റയ്ക്ക് ശേഷം പ്രവാചകനെ അവർ സ്വീകരിച്ചു. പ്രവാചകൻ അവരുടെ മാന്യമായ ജീവിതം തുടങ്ങി. മദീനയിൽ എത്തിയ ഉടനെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പള്ളി തുടങ്ങി. ആ പള്ളിയെ തകർക്കാൻ വേണ്ടി വേറെ ആളുകളും പള്ളി തന്നെ തുടങ്ങിയത്. പ്രവാചകൻ തുടങ്ങിയ പള്ളിയെ തകർക്കാൻ വേറെ വിഭാഗം ആളുകളും തുടങ്ങിയത് പള്ളി തന്നെ. പക്ഷെ ആ പള്ളിയിൽ പ്രവാചകനെ നീ നമസ്കരിക്കരുത്, കാരണം അത് തഖ്വയിൽ അധിഷ്ഠിതമായ പള്ളിയല്ല, മുനാഫിക്കുകളുടെ പള്ളിയാണ് എന്ന് നബിയെ ബോധ്യപ്പെടുത്തി. ഇങ്ങനെ വലിയ ഹിജ്റയുടെ ചരിത്രമുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഈ ഹിജ്റയുടെയും അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമയും ബനു ഇസ്രായേലരായ ആളുകളും ഫിറഔനിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചരിത്രവും അതുപോലെ തന്നെ മുഹറം എന്ന മാസത്തിന്റെ പവിത്രതയും പവിത്രമാക്കപ്പെട്ടതിനെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്ന ചിന്തയും ഒക്കെ വരേണ്ട വിശുദ്ധമായ ഒരു മുഹറമിലാണ് നാം ഉള്ളത്. ആ മുഹറമിനെ വിശുദ്ധിയോടുകൂടി കാണാനും ആ വിശുദ്ധിയെ അംഗീകരിക്കാനും ഈ മാസത്തിൽ പരമാവധി ആരാധനാ കർമ്മങ്ങളും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.